മകരത്തിലെ പോരുരുട്ടാതിക്കാരിയാണ് ഞാൻ. നല്ല കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാനെന്തോ നിർത്താതെ ഛർദ്ദിച്ചപ്പോൾ എൻ്റെ അച്ഛനൊക്കെ പേടിച്ചുപോയി. അപ്പം അച്ഛൻ നേർത്തുന്ന ഒരു നേർച്ചയാണ് എൻ്റെ പിറന്നാളിൻ്റെ അന്ന് എല്ലാ വർഷവും മുടങ്ങാണ്ട് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നിറമാല കഴിപ്പിക്കുകയാണ്. എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇപ്പം വരെ അത് തുടർന്ന് വരുന്നുണ്ട്. എനിക്ക് ആ സമയം ഭയങ്കര ഇഷ്ടമുള്ള സമയം. അന്ന് ഈ ക്ഷേത്രം ഇത്ര പ്രശസ്തമാവാത്തത് കൊണ്ട് തന്നെ എനിക്കറിയുന്ന എൻ്റെ കുടുംബക്കാരും ആ കുറച്ച് നാട്ടുകാരും ഒക്കെയായിരുന്നു അപ്പം ഉണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെ അമ്പലത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ച് നടക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയായി. എന്നാലും നിറമാല എന്നുള്ള പതിവിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്ന് ആക്ച്വലി എൻ്റെ പിറന്നാളൊന്നും അല്ല, ഇന്നെൻ്റെ പക്കപ്പിറന്നാളാണ്. നാട് വിട്ട് പുറത്തു പോയി പഠിച്ചത് കൊണ്ട് തന്നെ എൻ്റെ പിറന്നാളിനൊന്നും എനിക്ക് നാട്ടിലുണ്ടാവാനും പറ്റാറില്ല, നിറമാലയിലും പങ്കെടുക്കാനും പറ്റാറില്ല. പക്ഷെ ഞാൻ ഒഴിച്ച് എൻ്റെ എല്ലാ കുടുംബക്കാരും, എൻ്റെ അമ്മയും അച്ഛനും അനിയനും അച്ഛൻ്റെ അനിയന്മാരും ഭാര്യമാരും കുട്ടികളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഫെബ്രുവരി 1 എൻ്റെ നാള് ഈ പ്രാവശ്യം വരുന്നത്. എന്നാൽ ചില കാരണത്താൽ എനിക്കന്ന് ഈ നിറമാല കൂടാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്രയും കാലത്തിന് ശേഷമാണ് ഞാനിന്ന് നാട്ടിലുണ്ടാവുന്നത്, അപ്പം ഇന്ന് എൻ്റെ പക്കപ്പിറന്നാളാണ്, എന്നാൽ പിന്നെ ഇന്നായിക്കോളട്ടെ നിറമാല എന്ന് വിചാരിച്ചു. എനിക്ക് അമ്പലത്തിൽ ഉണ്ണിയപ്പം അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് നിറമാലയൊക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു. നല്ലൊരു ഈവനിങ് ആയിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു.